നേടിയത്. ലവ ഇറങ്ങണം. PS നിരാഹാരം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ബുദ്ധിയല്ല. ഇന്ന് 5-ാം ദിവസമാണ്. അവർ വഴങ്ങുന്ന മട്ടുമില്ല. പാർട്ടിയുടെ പ്രതിച്ഛായ വളർത്താൻ PS ഇങ്ങനെ നിരാഹാരം കിടന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറിച്ച് അഴിമതി ആരോപണങ്ങളെ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന നീലാണ്ടൻ രാജിവെക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ രാജിവെക്കണ പ്രശ്നമില്ല. അന്വേഷണ കമ്മീഷൻ വരട്ടെ. വേണ്ട പീസ് ഞാൻ ഇടാം. താൻ ഇനി അങ്ങനെ ഉണ്ടാക്കണ്ട. ഇയാൾ ഭരിക്കണോ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇവിടെ നിങ്ങൾ ഈ സംസ്കാരമില്ലാത്ത സംസാരം ഒഴിവാക്കണം. പ്രസിഡന്റ് ഒന്ന് മനസ്സിലാക്കണം, നീലാണ്ടന് വേണ്ടി പാർട്ടി ഇനി നിൽക്കുന്ന മഠയത്തരമാണ്. പാർട്ടിയുടെ പ്രസ്റ്റീജിന് വേണ്ടി നീലാണ്ടന് കുരുതി കൊടുക്കുക. 25 കൊല്ലം പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എനിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയത് ഇപ്പോഴാ. 5 കൊല്ലം പരിചയം ഞാൻ ഇറങ്ങൂ. നീലണ്ട ഇരിക്കൂ, അവിടെ ഇറങ്ങിയിരിക്കേ. ശരി, നീലകണ്ഠൻ രാജിവെക്കുന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമെങ്കിൽ രാജിവെക്കുന്നു എന്ന് കരുതുക. മന്ത്രിസ്ഥാനത്തേക്ക് മറ്റൊരാളെ നിർദ്ദേശിക്കാനും പാർട്ടിക്ക് കഴിയണമല്ലോ. അതാരായിരിക്കണം? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മന്ത്രിയാകണമെന്നുള്ള ആഗ്രഹമില്ല. പക്ഷേ കാലാകാലമായി അവഗണന അനുഭവിക്കുന്ന എന്റെ സമുദായത്തിന് വേണ്ടി വേണമെങ്കിൽ ആ ഭാരം ഞാൻ ചുമക്കാം. ഭാരം ചുമക്കാവുന്നു. അങ്ങനെ താൻ സമുദായത്തിന്റെ പേരും പറഞ്ഞ് മുതലെടുക്കാൻ നോക്കണ്ട. ചാക്കോച്ച, നമ്മുടേത് ഒരു മതേതര രാഷ്ട്രമാണ്. കഴിഞ്ഞ 6 അസംബ്ലികളിൽ തുടർച്ചയായി നിന്ന് മത്സരിച്ച് ജയിച്ച ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. എന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു മന്ത്രിയെ കിട്ടുക എന്ന് പറയുന്നത് അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അല്ലാതെ എനിക്ക് മന്ത്രിയൊന്നും ആകണ്ടേ. പക്ഷേ എന്റെ നിയോജക മണ്ഡലത്തിന്റെ അന്തസ്സ് പാലിക്കാനെങ്കിലും തൽക്കാലം എനിക്കൊരു മന്ത്രിയായേ പറ്റൂ. ആ അന്തസ്സിനോട് എനിക്ക് യോജിപ്പില്ല. ആ അവഗണനയോട് എനിക്ക് യോജിപ്പില്ല. സൈലൻസ്, സൈലൻസ്. നിങ്ങളൊന്ന് ഇരുന്ന് സംസാരിക്കണം. ഞാൻ മിസ്സസ് വത്സല സുകുമാരൻ. ഇത് ഞങ്ങളുടെ ഒരേ ഒരു കുഞ്ഞ്. നിങ്ങളിൽ ആര് വേണമെങ്കിലും മന്ത്രി ആയിക്കോളൂ, നാട് ഭരിച്ചോളൂ. പക്ഷേ എന്റെ ഭർത്താവ് റോഡിൽ കിടക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയത്തിൽ നിരാഹാരം എന്ന് പറയുന്നത് ഒരു മഹത്തായ കാര്യമൊന്നുമല്ല. മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയ്ക്ക് ഇതുപോലെ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും. നിങ്ങളുടെ ഭാര്യമാരെക്കാളും പ്രതിസന്ധി നേരിടുന്നവളാണ് ഞാൻ. പക്ഷേ എനിക്ക് പാർട്ടിയോടൊന്ന് ചോദിക്കാനുണ്ട്. നാളെ എന്റെ ഭർത്താവ് പാർട്ടിക്ക് വേണ്ടി പട്ടിണി കിടന്ന് മരിച്ച ഈ കുഞ്ഞിന്റെ ഭാവി പാർട്ടി ഏറ്റെടുക്കുമോ? ഞങ്ങൾ കാര്യമായി പരിഗണിക്കാം. പരിഗണിക്കാം. ഈ വാക്ക് ഞാൻ എന്റെ ഭർത്താവിന്റെ വായിൽ നിന്ന് ദിവസം കേൾക്കുന്നതാണ്. പരിഗണിച്ചാ പോരാ, എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടണം. എനിക്ക് വേണ്ടി പോലും എന്റെ സുഖേട്ടൻ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാറില്ല. പക്ഷെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ 5 ദിവസമായി റോഡിൽ പട്ടിണി കിടക്കുകയാണ്. സാർ, ഞാൻ സാറിന്റെ മകളാണെന്ന് കരുതുക. ഈ കുഞ്ഞ് സാറിന്റെ മകളുടെ കുഞ്ഞാണെന്ന് കരുതുക. എങ്കിൽ സാറിന് ഇത്ര ലാഘവമായി സംസാരിക്കാൻ കഴിയുമോ? ഇന്ന് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. തീരുമാനമായാലും ഇല്ലെങ്കിലും ഇന്ന് രാത്രി അത്താഴം കഴിക്കാൻ എന്റെ ഭർത്താവ് എന്നോടൊപ്പം ഉണ്ടാവണം. പപ്പ ഇന്നലെ ആഹാരം കഴിച്ചില്ലേ? ഇല്ല. മിനിഞ്ഞാന്നോ? ഇല്ല. എത്ര ദിവസമായി ആഹാരം കഴിച്ചിട്ട്? 4-5 ദിവസമായി. പപ്പാക്ക് വിശക്കുന്നില്ലേ? പപ്പാക്ക് വിശക്കുന്ന അമ്മയോട് ചോറെടുക്കാൻ പറ. മമ്മി, പപ്പാക്ക് ചോറ്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ചെല്ല്. ഈ മമ്മി എപ്പോഴും ഇങ്ങനെ. ഇതെന്താ ഇത്? ചോറ്. ആർക്ക്? സുഖേട്ടന്. എനിക്ക് നല്ല വിശപ്പുണ്ട്. അറിയാം. ഇന്നെല്ലാം കുറച്ച് കഴിച്ചാൽ മതി. സുഖേട്ടന്റെ അമ്മ പറഞ്ഞു, അച്ഛൻ നിരാഹാരം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ എല്ലാം ഇൻസ്റ്റാൾമെന്റ് ആയിട്ടേ കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ആവേശം വരും അത്രേ. ഉണ്ണി എവിടെ? അവൻ സോഫയിൽ കിടന്നുറങ്ങി. അവൻ ഇന്ന് അവിടെ കിടന്നോട്ടെ.
എനിക്കിന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. 4-5 ദിവസത്തെ ഉറക്കം ബാക്കിയുണ്ട്. താരാട്ട് പാടണോ? നല്ല മണം. മുല്ലപ്പൂന്റെ ഉം. അതെ, ഉം. എനിക്ക് നിന്റെ അടുത്ത് കിടന്ന് ശീലമായി പോയതുകൊണ്ടേ ആ. നിരാഹാരം കിടന്നപ്പോഴും ഉറക്കത്തിൽ എന്റെ കൈ അറിയാതെ ഇങ്ങനെ തപ്പി തപ്പി പോകും. ദേ കൈമാറ്റിക്ക്. 4-5 ദിവസമായി പട്ടിണി കിടന്ന് ആകെ ക്ഷീണിച്ചിരിക്കുക. ആ, പട്ടിണി കിടന്നുകൊണ്ടാണ്. അതല്ല, സുഖേട്ടന് ആരോഗ്യം നോക്കണം. അതുകളാ, ഒരു രാജ്യം ഭരിക്കാനുള്ള ആരോഗ്യം തൽക്കാലം എനിക്കുണ്ട്. അങ്ങനെ ഇപ്പൊ ഭരിക്കണ്ട. ശ്ശോ. വാവയുടെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടാത്തത്. 5 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വരുന്നവനാ ഞാൻ. എനിക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേഷം ഇടുക, തലയിൽ മുല്ലപ്പൂ ഇടുക, താരാട്ട് പാടാമെന്ന് പറയാ. പിന്നെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ നായി നേരത്തെ വ്യക്തമാക്കിയിരിക്കണം. ഇങ്ങ് വാ. വരണം PS. ചുമ്മാ പട്ടിണി കിടന്ന ആരോഗ്യം കളഞ്ഞിട്ട് സുഖേട്ടന് എന്താ പ്രയോജനം? നീ കണ്ടോ, അടുത്ത ഇലക്ഷന് എനിക്കൊരു സീറ്റ് ഉറപ്പാ. നിന്നാ ഞാൻ ജയിക്കും, ജയിച്ചാ മന്ത്രിയാവും. സംശയിക്കണ്ട. അങ്ങനെ ഒരു നല്ല കാലം കൂടെ ഭാവം ചിന്തിച്ചു നോക്ക്. എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എത്ര രൂപ ഞാൻ നമ്മളെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നേ? 1500. എന്നാ വാങ്ങിച്ചേ? മാർച്ച് 12 നമ്മളെ എത്രയാ വാങ്ങിച്ചിരിക്കുന്നത്? 2500. അതെന്നാ വാങ്ങിച്ചേ? സെപ്റ്റംബർ 4. അത് ശരി. അപ്പൊ എന്തുകൊണ്ട് നിങ്ങളാണ് ആദ്യത്തെ പരിഗണന അർഹിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യം പരിഗണിക്കുള്ളൂ കേട്ടോ. കടം തീർക്കാനുള്ളതാണ്. എനിക്കൊരു 2 ആഴ്ചത്തെ സാവകാശം തരണം. പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് വാങ്ങിച്ചത്. അപ്പോ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കി. ഇനി നിങ്ങൾ നിങ്ങളുടെ നയം വ്യക്തമാക്കണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. എന്നോട് ആരും ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. എന്റെ കുടുംബത്തിൽ ഒരു ജപ്തി നോട്ടീസ് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അച്ഛാ, വത്സലയുടെ പേരിലുള്ള സ്വത്ത് വത്സലയുടെ ഭർത്താവ് നടത്തിയ ഇടപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അവൾ എന്റെ മോളാ. അവളെ ഇങ്ങനെ വഴിയാധാരമാക്കാൻ അവളുടെ ഭർത്താവായാലും ശരി, ഞാൻ അനുവദിക്കേല. പറയുമ്പോ 2 ആമക്കളുണ്ട് താടി പോലെ. ഒരു IAS കാരനും ഒരു കോൺട്രാക്ടർ. എന്താ പ്രയോജനം? ഇതുവരെ ഞാൻ ക്ഷമിച്ചു. എനിക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. അത് അച്ഛന് മുമ്പേ ഞാൻ തീരുമാനിച്ചതാ. ഞാൻ അവളുടെ ട്രാൻസ്ഫർ ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞു. നാളെ നമ്മൾ ഒരുമിച്ച് പോകുന്നു. അവളെ വിളിച്ചോണ്ട് വരും. ഇതെന്തോന്ന് സമ്പ്രദായം? രണ്ടിലൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം. അവധി കേട്ട് മതിയായി. എപ്പോ ചെന്നാലും അയാൾ നയം വ്യക്തമാക്കാന്ന് പറയുന്നു. അതാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ, ഇത് കോളേജാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള പണത്തിന് എവിടെ പോണം? ഇനി പണത്തിന് വേണ്ടി ഞങ്ങൾ അയാളെ കാണുന്ന പ്രശ്നമില്ല. കാശിന് വേണ്ടി ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളൊരു കാര്യം ചെയ്യൂ, അടുത്ത വെള്ളിയാഴ്ച വരൂ, എല്ലാം ഏർപ്പാടാക്കാം. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളെ ഇനി മെനക്കെടുത്തരുത് കേട്ടോ. ശരി ശരി. പാടോ. എന്താ എല്ലാവരും കൂടി നിൽക്കുന്നേ? ക്ലാസ് പോ. ആകെ നാണക്കേടായി. ഇതിൽ ഞാൻ വത്സലയെ കുറ്റപ്പെടുത്തും. ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കണം. എത്രയെന്ന് വെച്ചാ പറഞ്ഞ് മനസ്സിലാക്ക. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ കോളേജ് വരുമ്പോ വീട്ടിലിട്ട് പൂട്ടിയിട്ട് വരണം. ഒരു കാര്യം ഞാൻ പറയാൻ വത്സലേ, ഭർത്താവിന്റെ ബാധ്യതകളെ പറ്റി ഭാര്യ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. വത്സലയുടെ ഹസ്ബൻഡ് രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് നാട് മുഴുവൻ കടം വാങ്ങിക്കുക. എന്താ ഇതിനൊക്കെ അർത്ഥം? ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. സുഖേട്ടൻ കടം വാങ്ങിയ ആൾക്കാർ കോളേജിൽ നിന്ന് ബഹളം ഉണ്ടാക്കിയ എനിക്കാ മാനക്കേട്. എല്ലാം നമുക്ക് ശരിയാക്കാവുന്നേ. ഇല്ല, ഇനി ഞാൻ ക്ഷമിക്കില്ല.
എനിക്കറിയാലോ സുഖമായിട്ട് എന്തുമാത്രം കടമുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്.